പൊന്മാൻ മൂവി കണ്ടു. ബേസ്ഡ് ഓൺ നോവൽ കണ്ടാണ്. യെസ്, GR ഇന്ദുഗോപൻ എഴുതിയ, GR ഇന്ദുഗോപൻ എന്നുള്ള പേര് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു ഷാജി കൈലാസ് കോമ്പിനേഷനിലൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. കാപ്പ മൂവിയുടെ റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ റൈറ്ററും. ജസ്റ്റിൻ മാത്യു രണ്ടുപേർ ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. പിന്നെ ജ്യോതിഷ് ശങ്കറാണ് ഡയറക്ടർ. സജിൻ ഗോപു, ബേസിൽ ജോസഫ്, ലിജോ മോൾ ജോസ്, ആനന്ദ് മന്മഥൻ. ഇദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ഒരു നല്ല സുഹൃത്തുണ്ട്, ഈ കഥാപാത്രം വേറെ ആരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടി ഇദ്ദേഹം മോശമെന്നല്ല, പക്ഷേ എങ്കിലും അത് കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കൊടുക്കത്തക്ക ഒരു കഥാപാത്രമായിരുന്നു. അത് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ചെയ്തിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു. എന്നിട്ട് തന്നെ ബേസിലും കൂടെ ഉള്ളൊരു കോമ്പോ സീനായതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ കോമഡിയൊക്കെ നന്നായിട്ട് എലിവേറ്റഡ് ആയിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് വർക്കായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേസിലിനെ കുറിച്ച് ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു പ്രശ്നമാണ്, ബേസിൽ എല്ലാ സിനിമകളിലും ഒരേ ഔട്ട്ഫിറ്റാണ്, അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി വലിയ ഔട്ട്ഫിറ്റ് ചേഞ്ചസ് ഒന്നും ബേസിൽ വരുത്തുന്നില്ല. അതൊരു ആക്ടർ എന്നുള്ള നിലയിൽ എല്ലാ സിനിമകളിലും ബേസിലായിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ബേസിൽ ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഔട്ട്ഫിറ്റിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിലെടുക്കുന്ന ക്യാരക്ടേഴ്സ് വളരെ സിമ്പിളായിരിക്കും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന, അല്ലെങ്കിൽ ബേസിലിൻ്റെ ഒരു ഔട്ട്ഫിറ്റിന് പറ്റുന്ന ഒരു കഥാപാത്രത്തിനെ ബേസിൽ എടുക്കുന്നുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു വൈസ് ക്യാരക്ടർ സെലക്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ലോഡേ എടുക്കാറുള്ളൂ. ഈ റീസെൻ്റായിട്ടൊരു സിനിമയിൽ മാത്രമാണ് എനിക്ക് ബേസിലിനെ കുറച്ചൊരു അത്ര ഒരു സുഖമല്ലാതെ തോന്നി. അപ്പോൾ അവിടെയാണ് ബേസിലിൻ്റെ വൈസ് സെലക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സാണ്. സോ എന്തായാലും ഈ സിനിമ ബേസിൽ തന്നെയാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നത്. പിന്നെ സജിൻ ഗോപു, അദ്ദേഹത്തിന് അഭിനയിച്ച് മണിച്ചേട്ടനൊപ്പം ഒന്നും എത്താൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ എങ്കിലും ആ ഒരു ഫിസിക്ക് മണിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്ന കണക്കുള്ളൊരു ഗംഭീര ഫിസിക്കുണ്ട്. അത് ഈ സിനിമയ്ക്കകത്ത് ആ ക്യാരക്ടറിന് നല്ലതുപോലെ വേണ്ടുന്നതാണ്. നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിൽ സജിൻ ഗോപുവായിട്ടുള്ള ഒരു ടഗ് ഓഫ് വാറാണ് ഈ സിനിമ. പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പ്രമേയം, നല്ലൊരു പ്രമേയമാണ്. ഇത് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അതൊരു മറയോട് കൂടിയാണ് നടക്കുന്നത്. അത്രത്തോളം എക്സ്പോസ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ്. അത് സബ്ജക്റ്റ് വേറെ ഒന്നുമല്ല, ഡൗറി തന്നെയാണ്. അപ്പോൾ അതെനിക്ക് അത് എങ്ങനെ ഈ സിനിമയ്ക്കകത്ത് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്, കൊല്ലം എന്നുള്ള സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ഓൾമോസ്റ്റ് നടക്കുന്ന ഒരു കലാപരിപാടി തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് പ്രമേയമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുള്ളി സിനിമയ്ക്കകത്ത് റെൻഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ എ നോവൽ എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ മനസ്സിലായി ഇതിനൊരു ഹാപ്പി എൻഡിങ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫീൽ ഗുഡ് എൻഡിങ് ഒക്കെയാണ് സിനിമയ്ക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് പോയി കാണത്തക്ക ഒരു സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിരുന്നാലും ഭയങ്കര സംഭവമൊന്നുമല്ല. സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാം അതിൻ്റെ കറക്റ്റ് കൂട്ടിൽ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് അവർ റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ, ബേസിൽ ഒരു ക്യാരക്ടറിനെ എടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു കഥാപാത്രമായിരിക്കും. അത് ഈ സിനിമയ്ക്കകത്തും അത്തരത്തിൽ നമുക്ക് വളരെ സുപരിചിതരായിട്ടുള്ള, നമുക്ക് ചുറ്റുമുള്ള പല കഥാപാത്രങ്ങളും ഈ സിനിമയ്ക്കകത്ത് ജീവിക്കുന്നുണ്ട്. നല്ല ഒരുപാട് കോമഡി ഉണ്ട്. അത് സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡിയോ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് കോമഡികളൊന്നും അല്ല. കറണ്ട് അഫയേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള നല്ല കോമഡികളാണ്. പലർക്കും ഇതിൻ്റെ കോമഡി ലൈറ്റപ്പ് ആകുന്നുണ്ടായിരുന്നെന്ന് സംശയമുണ്ട്. പക്ഷേ അത്ര കൂട്ടച്ചിരികളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരുപാട് ആളുകൾ ഇത് സിനിമ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. എൻ്റെ അടുത്തിരുന്നവരൊക്കെ നല്ല ആസ്വദിച്ച് തന്നെയാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ പ്രമേയം വയസ്സായിരുന്നാലും സജിൻ ഗോപു ആൻഡ് ബേസിൽ ആ ഒരു കോംബോ നന്നായിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇത് കൊല്ലം ആ വളരെ ഒരു നാച്ചുറൽ ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ്. ബാക്ക് വാട്ടേഴ്സുമായിട്ടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയൊക്കെ നന്നായിട്ട് ഈ സിനിമയ്ക്കകത്ത് സിനിമാറ്റോഗ്രാഫർ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഈ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 ഞാൻ 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ വിശേഷമായിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.